ഈ സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങളാണ് അക്കമിട്ട് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ മറച്ചുവെക്കാൻ കഴിയുന്നില്ല. എന്താ, പോലീസിനോട് ഒരു വ്യക്തി, അത് നേരത്തെ ക്രിമിനൽ റെക്കോർഡുള്ള കൊലപാതക കേസിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങിയ വ്യക്തി, ആ വ്യക്തി തങ്ങളുടെ ജീവന് ഭീഷണിയാണെന്ന് ഒരു ജനത 200ഓളം പേര് ഭീമഹർജി ഒപ്പിട്ട് പോലീസിന് കൊടുക്കുകയാണ്. അതിൽ പോലീസ് നടപടിയെടുക്കാതിരുന്നിട്ട് അയാൾ പിറ്റേ ദിവസം വന്നിട്ട് 2 പേരെ കൊല്ലുകയാണ്, ഇല്ലേ? എന്നാൽ 10 ദിവസം മുമ്പ് പറവൂര് ഇതേപോലെ ലഹരി മരുന്നുകാരൻ വന്നിട്ട് പോലീസിന് ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ ലഹരി മരുന്നുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവനെന്തോ പറഞ്ഞത് കേട്ട് വിട്ടു. അവൻ പോയി 3 പേരെ കൊന്നു. 10 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പോലീസ് സംവിധാനത്തിന്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന കൊലപാതകത്തെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കൊലപാതകം കുറിച്ച് പറയാൻ പറ്റുമോ? നിലമ്പൂർ രാധന കേസൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ ലഹരി മരുന്ന് ഞങ്ങളാണോ പ്രശ്നം? സംസ്ഥാനത്ത് രാജ്യത്ത് മറ്റെല്ലായിടത്തും ലോകത്ത് മറ്റെല്ലായിടത്തും ലഹരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ലഹരി മരുന്ന് കച്ചവടം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കണോ? പ്രതിഭാഹരിയുടെ മകൻ FIR-ൽ പേരുള്ള ആള് കുറ്റപത്രത്തിൽ ഇല്ലാതെ പോകുന്ന രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഈ ലഹരമരുന്ന് മാഫിയക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? നടക്കില്ല, അത് പറയും. അതുകൊണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസ് എടുത്തല്ല വസീഫെ ഈ ആരോപണങ്ങളെ നിഷേധിക്കേണ്ടത്, കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വേണം. പിന്നെ കാട്ടാന ആക്രമണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അധികം വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നിലമ്പൂരാണ് ഇരിക്കുന്നത്. കരുളായിയിൽ മണിയും മൂത്തേടത്ത് സരോജിനിയും കൊല്ലപ്പെട്ട നിയോജക മണ്ഡലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവിടത്തെ പറയാം, സോളാർ വേലി ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 വർഷക്കാലം ഇവർ ചെലവാക്കിയ എത്രയെന്നറിയോ? 2 കോടി രൂപ വെച്ചിട്ടാണ്. 2 കോടി രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ സോളാർ വേലി ഉണ്ടാക്കാൻ ചെലവാക്കിയത്. ആനക്കിടങ്ങ് ഉണ്ടാക്കാൻ 2022-23 90 ലക്ഷം, 2023-24 39 ലക്ഷം. സംസ്ഥാനത്ത് മുഴുവൻ 39 ലക്ഷം രൂപയ്ക്ക് ആനക്കിടങ്ങ് ഉണ്ടാക്കിയവരാണിവർ, ഇല്ലേ? ഇടുക്കിയിൽ മുതൽ പത്തനംതിട്ടയിൽ മുതൽ കണ്ണൂർ മുതൽ മലപ്പുറത്ത് വയനാട് എല്ലാം മനുഷ്യർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്. അഭിലാഷെ, ഞാൻ ഉണ്ടായിരുന്നു മൂത്തേടത്ത് പ്രിയങ്ക ഗാന്ധി സരോജിനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് നടത്തി ഒരു 750 കിലോമീറ്ററോളം ചെന്ന് ഈ മൂടിക്കിടക്കുന്ന കിടങ്ങ് മുഴുവൻ കണ്ടത്. അന്നത്തെ DFO അവിടെ ഉണ്ടായിരുന്നു. DFO പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് പണമില്ല എന്നാണ് പറഞ്ഞത്, ഇല്ലേ? നോക്കൂ, ആന പ്രതിരോധ മതിൽ 2022-23 ഉണ്ടാക്കിയത് എത്രയെന്നറിയോ? 0 രൂപ. 2023-24 2 ലക്ഷം രൂപ. എന്താ ആന പ്രതിരോധ മതിൽ? 2 ലക്ഷം രൂപയ്ക്ക് ഇവർ ഏത് ആന പ്രതിരോധ മതിലാണ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് അറിയണം. പിന്നെ സോളാർ തൂക്കുവേലി 2 കോടി രൂപ 2022-23, 2023-22 42 ലക്ഷം രൂപ. ക്രാഷ് കാർഡ് വേലി, കൽമതിൽ, റെയിൽ വേലി, ചുറ്റുമതിൽ, അതുപോലെ തന്നെ ഇരുമ്പ് വേലി. ഈ 5 ഐറ്റത്തിന് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ഒരൊറ്റ ചില്ലി പൈസ, നയാ പൈസ ചെലവാക്കിയിട്ടില്ല. ഇരുമ്പ് വേലി 3,85,000 രൂപ 2022-23, 2023-24 0 രൂപ. എന്താ വസീഫെ, നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് എന്ത് ഇരുമ്പ് വേലി ഉണ്ടാക്കിയത്? ആ മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് കൊണ്ടുപോയിട്ട് പശുത്തൊഴുത്തുണ്ടാക്കാനൊക്കെ 42 ലക്ഷം ചെലവാക്കിയില്ലേ? ഇരുമ്പ് വേലി ആന കടക്കാതിരിക്കാനുള്ള കിടങ്ങ് കുഴിക്കാൻ എത്രയാ? 4 ലക്ഷം രൂപ, അല്ലെ? 39 ലക്ഷം രൂപ. 2,460,000 രൂപ. 2,460,000 രൂപ. ഇത് 60 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആന കടക്കാതിരിക്കാനുള്ള കിടങ്ങ്. നിങ്ങളല്ലേ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊന്നത്? സരോജിനിയെ മണിയൻ കൊന്നത് നിങ്ങളാണ്. നിങ്ങളുടെ നയങ്ങളാണ്, നിങ്ങളുടെ പരാജയമാണ്. അത് ചോദിക്കുമ്പോ നിങ്ങൾ ആ മരണത്തെ നോക്കി കൊല്ലടിക്കുന്നു, അല്ലെ? രാജ്യത്ത് മുഴുവൻ മനുഷ്യർ മരിക്കുന്നുണ്ട് എന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും നാണമുണ്ടോ? ദേശീയപാത കാര്യത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായ അഭിപ്രായം പറയുന്നു. വലിയ അഴിമതി നടന്നു, 1000 കോടി രൂപയുടെ അഴിമതി നടന്നു. CBI അന്വേഷണം വേണം. വസീഫെ, നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ പറ, CBI അന്വേഷണം വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് നട്ടലിന് ബലമുണ്ടോ? ഇനി CBI അന്വേഷണം UDF ആവശ്യപ്പെട്ടുകൊണ്ട് വേണ്ട, മറ്റെന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ബലമുണ്ടോ? എന്താ പെട്രോളിന് ബലമില്ലാത്ത? എന്താ ഈ പൈസ മേടിച്ച് പിണറായി വിജയനും റിയാസും കൂടി കൂട്ടിയാണോ തിന്നത്? ഈ നരേന്ദ്രമോദിയുടെ കൂടെ അതുകൂടി കൂട്ടിയാണോ തിന്നത്? എന്തുകൊണ്ടാ നിങ്ങളുടെ സർക്കാരിന് ഈ നാട്ടിൽ ഇത്രമാത്രം 10,000 കോടി രൂപ കൊടുത്ത് നടക്കുന്ന ഡിസൈനിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ വന്ന് പറയുക, ഒരു ഡിസൈൻ ഇല്ല, ഒരു DPR ഇല്ല, ഒരു മേൽനോട്ടക്കാരനില്ല,
എന്തുകൊണ്ടാ സംസ്ഥാന സർക്കാരിന്റെ പരാതിയിലാണ്? എന്താ നരേന്ദ്രമോദി ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര വലിയ മുട്ടടിക്കുന്നുണ്ടോ? മുട്ടടിക്കുകയാണോ നിങ്ങൾക്ക്? അല്ല, അതിനൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൻസർ. നാട്ടിൽ ഇത്രമാത്രം വലിയൊരു വികസനത്തിന്റെ പേര് വന്നിട്ട് ശരി, അതിനൊരു വെള്ളക്കെട്ടായി മാറുന്നു. നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പറയാതെ ആ കാര്യത്തിന് ഒരു അന്വേഷണം, ഒരു നേരിട്ടുള്ള മറുപടി വസീഫ്. ഈ ദേശീയപാതയുടെ ഡിസൈൻ, അലൈൻമെന്റ്, ടെൻഡർ ക്ഷണിക്കൽ, ടെൻഡർ അവാർഡ് ചെയ്യൽ, സൂപ്പർവിഷൻ, സകല കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നടത്തുന്നത്. അപ്പോ ഇവിടെ ഇപ്പോ ക്രമക്കേടുകൾ ആരോപിക്കുമ്പോൾ അതിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സ്റ്റേക്ക് ഉള്ള വിഷയമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള വിഷയമല്ലല്ലോ. അപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ ടെൻഡർ വിളിച്ചതിലും കരാർ കൊടുത്തതിലും പിന്നെ കരാർ കിട്ടിയവർ ഉപകരാർ കൊടുത്തതിലും ഒക്കെ എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം എന്ന് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാത്തത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഏത് അന്വേഷണം നടത്തിക്കോ, ഒരു തർക്കവും ഇല്ല, അന്വേഷണം നടത്തണം. പക്ഷെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കണം. അതിന് തടസ്സമാകരുത് ഒരു അന്വേഷണവും. അതെ ഞങ്ങളുടെ നിലപാട്. ഏത് അന്വേഷണം നടന്നാലും ഈ വികസന പദ്ധതികൾ ഒരിക്കലും തടസ്സപ്പെടരുത്. അത് തടസ്സപ്പെടുത്താൻ ഈ പറയുന്ന കെ.സി. വേണുഗോപാലിന് ഗൂഢപദ്ധതിയുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇടപെടുന്നത്. നിങ്ങളന്ന് കോഴിക്കോടല്ലേ? അന്ന് നടുറോട്ടിൽ നിസ്കാര സമരം നടത്തിയവരാ, അതിന് നേതൃത്വം കൊടുത്തവരാ ഇവര്. വർഗീയമായിട്ട് പോലും ആളുകളെ സമരം നടത്താൻ ശ്രമിച്ചവരാ ഇവര്. ആരാണ് മുഖ്യമന്ത്രി വിളിച്ചു പറയാ? ഇവിടെ ആരാണ് ഈ SFIക്കാരുടെ ഭാഷയിൽ സമയത്ത് ആക്ഷേപിച്ചു? കെ.സി. വേണുഗോപാലിനെ കാലൻ വിളിച്ചാരാ? ഒരു മിനിറ്റ്, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച ഒരൊറ്റ കാലനാവാൻ പറഞ്ഞത്. വസ്തുതകൾ കണക്കുകൾ ഉദ്ധരിച്ച് ഞാനിവിടെ കാര്യങ്ങൾ ഇല്ലേ ഒരൊറ്റെണ്ണത്തിന് മറുപടി നിങ്ങൾ തയ്യാറാണോ? രീതിയിൽ സംസാരിക്കാൻ ദേശീയ നേതാവ് എന്ന് പറയുന്നത് നാളെ എന്താ നിലപാട്? പറയുന്ന ആളുകൾക്ക് നാളമുണ്ടോ? ഈ രാജ്യത്തെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ദേശീയ നേതാവാണെങ്കിൽ ആ നിലവാരം കാണിക്കട്ടെ. കോടി ദേശീയ നേതാവിന് ആ നിലവാരം കാണിക്കട്ടെ. ഒറ്റമണി പ്രതിപക്ഷ നേതാവിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ വീടുകളിൽ വെള്ളം കയറുന്നു. കാലനാവാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ദേശീയപാതയുടെ ദേശീയപാത എന്ന് പറയുന്ന ഈ നാട് ആഗ്രഹിക്കുന്ന വികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണം. സമയബന്ധിതമായി പൂർത്തീകരിക്കണം. ആ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ ആരും ഒന്നും കേൾക്കില്ല. നശിപ്പിക്കുന്ന തരത്തിൽ അതിന് കാരണമാകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇനിയും പറയും, അതിനിയും പറയും. നിങ്ങൾ നോക്ക്, ഈ സംസാരിച്ചാൽ ചെയ്യാനുള്ള കൈക്കൂലിയാണ് മനസ്സിലാക്കില്ല കേട്ടോ, കേൾക്കില്ലേ? വോട്ട് ചെയ്യാനുള്ള കൈക്കൂലിയാണ് ഇതെന്ന്. ഇത്രയും വലിയൊരു രണ്ടുപേരുടെ അത് പറയാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെ പണം കൂടിയുണ്ട്. രണ്ടുപേരുടെ അവസരം കഴിഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ മനസ്സിലാവും. പക്ഷെ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കുന്ന ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അവർക്ക് ഫാക്ട്സ് അല്ലേ വേണ്ടത്? ശരി ശരി ശരി, ഇതൊന്നും ഞങ്ങളുടെ നട്ടലിനെ കുറിച്ച് ചോദിക്കല്ലേ? വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ട. എന്നിട്ട് എന്തും വിളിച്ചു രണ്ടുപേരും വാഗ്വാദത്തിലേക്ക് പോകണ്ട. ഇത് ജനങ്ങൾ കാണുന്ന സംവാദമാണ് എന്നുള്ള ഓർമ്മ വേണം. കുറിച്ച് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്തും വിളിച്ചു പറയാം. ശരി, രണ്ടുപേരും ശാന്തരാവൂ. ഓരോ ഹൈവേയും മറ്റ് വികസനവും ഒക്കെ ചർച്ചയാവട്ടെ. അതിന് UDF മറുപടി ഉണ്ടാവും. ശരി, ശ്രീ രാജു പി നായർ കൂടെ നിൽക്കുന്ന ഒരു സമയമില്ല. അതിന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ്, UDFന്റെ ഭാഗത്തു നിന്നാണ് മറുപടി ഉണ്ടത്. ഈ സാമുദായിക വിഷയങ്ങൾ വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, വളരെ സാങ്കേതികമായ പെരുന്നാൾ അവധി പോലും വിവാദത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട്. അതുപോലെ മലപ്പുറത്തെ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തെ ആകെ തന്നെ മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സെൻസിറ്റീവായ ചർച്ച നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ആരോഗ്യകരമല്ലല്ലോ. നിങ്ങൾ വികസനം പറഞ്ഞ് രണ്ടു കൂട്ടരും വോട്ട് പിടിക്കുന്നതല്ലേ നല്ലത്? അഭിലാഷ, ഇവിടെ വികസനവും മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. എന്തായാലും വസീഫിന് കൊടപ്പനക്കൽ തറവാട് ഒരു ആത്മീയ കേന്ദ്രമാണെന്നൊക്കെ ഉള്ള അഭിപ്രായമുള്ളത് നന്നായി. അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അതില്ലായിരുന്നു. ഒരു മാസത്തിന് മുമ്പ് തീവ്രവാദിയാണെന്നും അല്ലെ ഞാൻ പറയട്ടെ, വർഗീയ തീവ്രവാദിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നല്ലേ പറഞ്ഞത്? അല്ലെ? ഇപ്പൊ പറയുന്നത്
നിങ്ങൾ വർഗീയ തീവ്രവാദ സംഘടനകളോട് എന്നല്ലേ പറഞ്ഞത്? കൊടപ്പുരയ്ക്കൽ തറവാട് ആത്മീയ കേന്ദ്രമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പിണറായി വിജയൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വർഗീയവാദിയാണെന്ന് പറയുന്നത് വസീഫ് തന്നെ നിരാകരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം അഭിലാഷ്, മറ്റേത് ഒരു സാമുദായിക പ്രശ്നം മാത്രമല്ല. കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഒരു ജില്ലയെ മാത്രം അടർത്തിയെടുത്ത് ആ ജില്ലയുടെ കണക്കുകൾ മാത്രം ഭീകരവാദ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം, അങ്ങനെ ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമം ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് രണ്ടുപേരും കൂടെ പറയല്ലേ, ആ സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയെ ഭീകരവാദ ജില്ലയെ ചിത്രീകരിക്കുകയാണ്. പിന്നെ പറയാണ് രാഹുൽ ഗാന്ധി മലപ്പുറം എന്ന് പറയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വയനാട് മലപ്പുറം മുഴുവനില്ല. ഒന്ന് പോയിരുന്ന് പഠിക്കുന്നതൊക്കെ പോയിരുന്ന് പഠിക്കുക. രാഹുൽ ഗാന്ധിയുടെ വയനാട് രണ്ടുപേരും കൂടെ പറയല്ലേ. രാജു പി നായർ പറയട്ടെ. മലപ്പുറത്തെ വയനാട് പാർലമെന്റ് എന്നാണ് പറയുന്നത്. രാജു പി നായർ പറയട്ടെ. ഇപ്പോ വസീഫ് കേൾക്കൂ. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ ഭീകരവാദികളെ ചിത്രീകരിക്കുന്ന, അവരെ അപരവൽക്കരിക്കുന്ന, അവരെ RSSന്റെ രാഷ്ട്രീയത്തിന് എറിഞ്ഞു കൊടുക്കുന്ന തീവ്രവാദിയാണ്, ഒന്നാം നമ്പർ വർഗീയവാദിയാണ്, ഈ നാടിനെ ഇല്ലാതെ മനുഷ്യരെ, ഈ നാട്ടിലെ മനുഷ്യരെ ഇല്ലാതെയാക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഫാസിസ്റ്റിനെ ഞങ്ങൾ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ പറഞ്ഞ അന്നത്തെ ഹിന്ദു ദിനപത്രത്തിന്റെ കേസ് ഇതുവരെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു പറഞ്ഞു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും അല്ലേ പറയുന്നത്? ഇതിപ്പോ ഒരാൾ മാത്രമല്ലല്ലോ. ഹിന്ദു ദിനപത്രം തന്നെ അതിന് കറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ അല്ല പറഞ്ഞത്. പിന്നീട് ഒരു വഴിക്കടവ് പഞ്ചായത്തിലെ വസീഫിന് മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ജനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഒച്ചെടുക്കും. വസീഫ് ഒച്ചെടുത്തോ? വസീഫ് ഒച്ചെടുത്തുകൊണ്ട് പറയണം. ഇവിടെ വന്യജീവി ആക്രമണം നടത്താൻ അദ്ദേഹത്തിന്റെ ഒരു വാചകം എനിക്ക് സമയമില്ല. ഇവിടെ ഞാൻ ഉന്നയിച്ച വന്യജീവി സംഘർഷത്തിൽ മനുഷ്യരെ സംരക്ഷിക്കാൻ വളരെ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതിനകത്തുനിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ വസ്തുത പറഞ്ഞു കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടുമാണ്. ഞാൻ 3 പേർക്ക്